നമ്മൾ ഒരു ദിവസം എത്ര സമയം ഫോൺ ഉപയോഗിക്കുന്നു എന്ന് അറിയാമോ? 3 മണിക്കൂർ, 5 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ. സത്യത്തിൽ പല ആളുകളും അവരുടെ ജീവിതത്തിൽ വലിയൊരു ഭാഗം സ്ക്രീനിന് മുമ്പിൽ കളയുകയാണ്. അതിൽ വേസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയാമോ? അത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്മാർട്ട് ഫോൺ അഡിക്ഷനെ കുറിച്ചാണ്. ഈ വീഡിയോ അവസാനത്തോളം കണ്ടാൽ നിന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ക്ലിയറായി മനസ്സിലാകും. ഹൗ സ്മാർട്ട് ഫോൺ ചേഞ്ച്ഡ് അവർ ലൈഫ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ഫ്രീ ടൈം കിട്ടിയാൽ പുറത്തു പോകും, ഫ്രണ്ട്സിനെ കാണും, ബുക്സ് വായിക്കും, സ്കിൽസ് പഠിക്കും. പക്ഷേ ഇപ്പോഴോ? ഫ്രീ ടൈം എന്ന് പറയുന്നത് ഫോണാണ്. ആരെങ്കിലും നമ്മൾ കാത്തിരിക്കുകയാണോ? ഫോൺ. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഫോൺ, ഉറങ്ങി എണീറ്റ ഉടൻ ഫോൺ. ഒരു ആവറേജ് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾ സ്ക്രീൻ നോക്കി സ്പെൻഡ് ചെയ്യുന്നു. ടെക്നോളജി ഇറ്റ്സെൽഫ് പ്രശ്നമല്ല, പക്ഷേ കൺട്രോൾ നഷ്ടപ്പെടുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. വൈ സ്മാർട്ട് ഫോൺ ഈസ് അഡിക്റ്റീവ്. ഒരു റീൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്രെയിൻ ഡോപ്പാമിൻ റിലീസ് ചെയ്യും. ഡോപ്പാമിൻ എന്ന് പറഞ്ഞാൽ പ്ലഷർ കെമിക്കൽ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഫോൺ എടുത്ത് നോക്കുന്നത്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഷോർട്സ്, ടിക്ടോക്ക് പോലുള്ള ആപ്പെല്ലാം നമ്മുടെ ബ്രെയിൻ അറ്റൻഷൻ പിടിക്കാൻ ഡിസൈൻ ചെയ്താണ്. നമ്മൾ ബോർഡ് ആകുമ്പോൾ ഫോൺ, സാഡ് ആകുമ്പോൾ ഫോൺ, സ്ട്രെസ് വന്നാൽ ഫോൺ. സ്ലോലി ബ്രെയിൻ ഈസി എൻ്റർടൈൻമെൻറ്റിന് അഡിക്റ്റ് ആകുന്നു. അപ്പോൾ റിയൽ ലൈഫ് ബോറിംഗ് ആയി തോന്നും, സ്റ്റഡീസ് ബോറിംഗ് ആയി തോന്നും, വർക്ക് ബോറിംഗ് ആയി തോന്നും, എക്സസൈസ് ബോറിംഗ് ആയി തോന്നും, പുസ്തകം വായിക്കുന്നതൊക്കെ നമുക്ക് ബോറിംഗ് ആയി തോന്നും. കാരണം ബ്രെയിൻ ഫാസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഹാബിറ്റായി മാറിയിരിക്കുകയാണ്. സയൻസ് ഓഫ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ. ഇവയിൽ ഏതെങ്കിലും നിനക്കുണ്ടോ എന്ന് നോക്കുക. ഒന്നാമതായി മോർണിംഗ് ഫോൺ ചെക്ക്. എണീറ്റ ഉടനെ ഫോൺ നോക്കുക. വേറെ എന്തു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉറങ്ങി എണീറ്റ ഉടൻ നേരെ പോയി ഫോൺ എടുക്കാൻ സ്വഭാവമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഉണ്ട് എന്നതിൻ്റെ സൈൻ തന്നെയാണ്. സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. 5 മിനിറ്റ് എന്ന് മാത്രം പറഞ്ഞ് എടുത്തിട്ട് 1 മണിക്കൂർ ഉപയോഗിക്കാറുണ്ടോ? അതും സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ്റെ ലക്ഷണമാണ്. വിതൗട്ട് ഫോൺ ആൻഷൈറ്റി. ഫോൺ ഇല്ലാത്ത അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫോൺ അഡിക്ഷൻ ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. സ്ലീപ്പ് പ്രോബ്ലം. ലൈറ്റ് നൈറ്റ് സ്ക്രോളിംഗ് കാരണം സ്ലീപ്പ് ഡിസ്ട്രോയ് ആകുന്നുണ്ടോ? തീർച്ചയായും അതും ഫോൺ അഡിക്ഷൻ്റെ ലക്ഷണമാണ്. ഫോക്കസ് ഇല്ലായ്മ. ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇതൊക്കെ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ്റെ സൈനാണ്. ഹൗ ഇറ്റ് ഡിസ്ട്രോയ് അവർ ലൈഫ്. എങ്ങനെയാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മെൻ്റൽ ഹെൽത്ത്. ഓവർ സ്ക്രോളിങ്ങും ആൻഷൈറ്റിയും സ്ട്രെസ്സും ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോൺഫിഡൻസ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ബെസ്റ്റ് മൊമെൻറ്റ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യുന്നു. പ്രൊഡക്ടിവിറ്റി. ഒരു ദിവസം 6 മണിക്കൂർ സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ ഒരു വർഷം എത്ര സമയം വേസ്റ്റ് ആകുന്നുവെന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഡ്രീംസ്. ഫസ്റ്റ് പാർട്ട് സ്ലോലി ഡ്രീംസും ഡിസപ്പിയർ ചെയ്യും എന്നത് തന്നെയാണ്. കാരണം ആക്ഷൻ എടുക്കേണ്ട സമയത്ത് നമ്മൾ സ്ക്രോളിങ്ങിലാണ്. ഹൗ ടു ഫിക്സ് ഇറ്റ്. ഒന്നാമതായി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. ഓരോ നോട്ടിഫിക്കേഷനും അറ്റൻഷൻ സ്റ്റീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷൻ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. മോർണിംഗ് ഫോൺ യൂസ് അവോയ്ഡ് ചെയ്യുക. ഫസ്റ്റ് 30 മിനിറ്റ് ഒരിക്കലും ഫോൺ നോക്കില്ല എന്നൊരു നിയമം വെക്കുക. സോഷ്യൽ മീഡിയ ടൈം ലിമിറ്റ് ചെയ്യുക. ആപ്പ് യൂസ് ചെയ്യാൻ ഫിക്സ്ഡ് ടൈം വെക്കുക. എന്നിട്ട് ആ ഒരു സമയത്ത് മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായി ശ്രമിക്കുക. റീപ്ലേസ് ഡോപ്പാമിൻ. വർക്കൗട്ട് ചെയ്യുക, പുസ്തകം വായിക്കുക, പുതിയ സ്കിൽസ് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുക. കീപ് ഫോൺ എവേ വൈൽ വർക്കിംഗ്. ഫോണ് കണ്ണിന് മുന്നിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫോക്കസ് കുറയും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഫോൺ നമ്മുടെ കണ്ണെത്തും ദൂരത്ത് തന്നെ വെക്കരുത്. എപ്പോഴും അകലെ കൊണ്ടുവയ്ക്കാനായി ശ്രമിക്കുക. ഫോൺ ഒരിക്കലും ഒരു എനിമിയല്ല, പക്ഷേ കൺട്രോൾ നഷ്ടപ്പെട്ടാൽ അതൊരു സൈലൻ്റ് അഡിക്ഷൻ ആകും. ഓർക്കണം, നിൻ്റെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ട സമയം എൻഡ്ലെസ് സ്ക്രോളിംഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 1 മണിക്കൂർ കുറച്ച് ഫോൺ യൂസ് ചെയ്താലും ഒരു വർഷം കഴിഞ്ഞ് നിൻ്റെ ജീവിതത്തിൽ വലിയ ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഫോൺ അഡിക്ഷൻ മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുക. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഫോൺ അഡിക്ഷൻ സ്ട്രഗിൾ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട.